ഇന്ന് നമുക്കൊരു അടിപൊളി മഷ്റൂം ബിരിയാണി ഉണ്ടാക്കിയാലോ. എന്നും ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി, ബീഫ് ബിരിയാണി ഒക്കെ അല്ലേ. ഇതൊന്ന് മാറ്റി പിടിക്കാം, ഒന്ന് മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാം. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആച്ചീസ് വേൾഡ്. അപ്പം മഷ്റൂം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം റൈസ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് ഗീയാണ് ആഡ് ചെയ്യണത്. ഗീ മെൽട്ടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം മെൽട്ടായതിന് ശേഷം നമുക്കിതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. 3 പീസ് പട്ട, 2 ഏലക്ക, 3 ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ബേ ലീഫ്. ഇതൊക്കെ ഒന്ന് മൂത്ത് വരണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും ഒരു സവോള ചെറുതാക്കി അരിഞ്ഞതും കൂടി ആഡ് ചെയ്യാം. ക്യാരറ്റ് സവോളൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരു തണ്ട് വേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ റോസ് സ്മെല്ല് പോണ വരെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട് അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ 6 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ഓൾറെഡി ഞാൻ തിളപ്പിച്ച് വെച്ച വെള്ളമാണ് കേട്ടോ. അരി കഴുകിയിട്ട് ഞാൻ അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാരണമാണ് ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ചോറ് വേവിച്ചെടുക്കാം കേട്ടോ. എന്നും പറയുന്ന പോലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് വെന്താന്ന് നോക്കാം. കറക്റ്റ് വേവായിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടിട്ടാ. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മഷ്റൂം മസാല റെഡിയാക്കാം. ആദ്യം ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്യണത്. എന്നിട്ട് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് നല്ല ജീരകം. ഇനി ഈ സ്പൈസസൊക്കെ ഒന്ന് മൂത്ത് വരണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു സവോള ചെറുതാക്കി അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് ഉള്ളി വാട്ടിയെടുക്കാം കേട്ടോ. ഉള്ളി നന്നായി വാടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു തണ്ട് വേപ്പിൻ്റെ ഇല, 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കൊരു വലിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്യാം. തക്കാളി സവോളൊക്കെ നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ. വാടി കിട്ടാനിട്ടൊന്ന് നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളി സവോളൊക്കെ വാടിയാണെങ്കിൽ നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളകും പൊടി ആഡ് ചെയ്യുന്നുണ്ട്. 1/4 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് കുരുമുളക്. ഈ മസാലയുടെ ഒക്കെ റോസ് സ്മെല്ല് പോണ പോലെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പ് പുതിന ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മഷ്റൂം ആഡ് ചെയ്യാം കേട്ടോ. മഷ്റൂം നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. മഷ്റൂം ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി, കാരണം പെട്ടെന്ന് വെന്ത് കിട്ടും മഷ്റൂം. അപ്പോൾ മഷ്റൂം ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ആ മഷ്റൂം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വാട്ടിയെടുക്കണം. അതിനൊരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കൊരു പകുതി സവോള ഞാനിങ്ങനെ ചെറിയ സ്ലൈസസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്, അതൊന്ന് വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി വറുത്ത് കോരി വെക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. അതിപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചോറെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. ചോറെടുത്തതിന് ശേഷം ആ ചോറൊന്ന് ലെവലാക്കിയതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് മഷ്റൂം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. മസാല എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മേലെ എടുത്ത് വെച്ച ചോറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ചോറൊക്കെ ലെവലാക്കിയതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത വെള്ളം ഒന്ന് ഇതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും ഇട്ട് കൊടുക്കുക. അതിന് മേലെ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ടിട്ട് നമുക്കിത് ദമ്മിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ മഷ്റൂം ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടി നിങ്ങൾ ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ. എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എനേബിൾ ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ എനിക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയും ചെയ്യും.
അപ്പോൾ നമ്മൾ ബിരിയാണി ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്.